ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡിസ്കവറിംഗ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ളതാണ്. ഡിസ്കവറിംഗ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷനെ കണ്ടെത്തുക എന്നുള്ളത്. The Harappan civilization was first noticed by Charles Mason, an English officer. ഒരു ഇംഗ്ലീഷ് ഓഫീസർ ആയിട്ടുള്ള ചാൾസ് മേസൺ ആണ് എന്ത് ചെയ്തത്, ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് ആദ്യമായിട്ട് നിരീക്ഷണം നടത്തിയത്. In 1826, he visited the village of Harappa and noticed the remains of an ancient city. 1826 അദ്ദേഹം ഹാരപ്പൻ ഗ്രാമം സന്ദർശിക്കുകയും ഒരു പുരാതനമായിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് റെയിൽവേ ലൈൻ എഞ്ചിനീയേഴ്സ്. The British railway line engineers, while laying a railway line between Karachi and Lahore in 1856, discovered the remains of the ruins of cities of Harappa. അതായത് കറാച്ചിക്കും അതായത് നമ്മുടെ ലാഹോറിനും മധ്യേ 1956 റെയിൽവേ ലൈൻ ബിൽഡ് ചെയ്തപ്പോൾ ആരാണ് ബിൽഡ് ചെയ്തത്? ബ്രിട്ടീഷ് റെയിൽവേ ലൈൻ എഞ്ചിനീയേഴ്സ് റെയിൽവേ ലൈൻ ബിൽഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ലഭ്യമായി? ഹാരപ്പൻ നഗരത്തിന്റെ റിമൈൻസ് നമുക്ക് ലഭ്യമായി. The railway line engineers contacted the Archaeological Survey of India. Railway line engineers ആരെ കോണ്ടാക്ട് ചെയ്തു? നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടു. കോൺസിക്വന്റ്ലി ഇതിന്റെ ഭാഗമായിട്ട് ആ ആർക്കിയോളജിക്കൽ സർവേ ടീം അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് കണ്ണിഹാം, ആരുടെ ലീഡർഷിപ്പിലാണ്? കണ്ണിഹാമിന്റെ ലീഡർഷിപ്പില് അവിടെ എക്സ്കവേഷൻസ് ഹാരപ്പയിൽ എന്ത് ചെയ്തു? എക്സ്കവേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഒന്നുകൂടെ പറയാം, ദ ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് ഫസ്റ്റ് നോട്ടീസ്ഡ് ബൈ Charles Mason, an English officer. In 1826, he visited the village of Harappa, noticed the remains of an ancient city. റിമൈൻസ് നമുക്ക് ഏൻഷ്യന്റ് സിറ്റി ഹാരപ്പയുടെ റിമൈൻസ് നമുക്ക് ലഭ്യമായി. രണ്ടാമെന്ന് പറഞ്ഞ ആരാണ്? ബ്രിട്ടീഷ് റെയിൽവേ ലൈൻ എഞ്ചിനീയേഴ്സ് റെയിൽവേ ബിൽഡ് ചെയ്ത സമയത്ത് എവിടെ? ബിറ്റ്വീൻ കറാച്ചി ആൻഡ് ലാഹോർ. 1856 ഡിസ്കവേർഡ് ദ റിമൈൻസ് ഓഫ് റൂയിൻഡ് സിറ്റീസ് ഓഫ് ഹാരപ്പ. ഹാരപ്പയുടെ റൂയിൻഡ് ആയിട്ടുള്ള സിറ്റീസിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭ്യമായി. റെയിൽവേ ലൈൻ എഞ്ചിനീയേഴ്സ് എന്ത് ചെയ്തു? റെയിൽവേ ലൈൻ എഞ്ചിനീയേഴ്സ് കോണ്ടാക്ടഡ് ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയില് അവര് കോണ്ടാക്ട് ചെയ്തു. കോൺസിക്വന്റ്ലി ആർക്കിയോളജിക്കൽ സർവേ ടീം അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് കണ്ണിഹാം കണ്ണിഹാമിന്റെ ലീഡർഷിപ്പിൽ സ്റ്റാർട്ടഡ് എക്സ്കവേഷൻസ് അറ്റ് ഹാരപ്പ. അടുത്തായിട്ട് നമുക്ക് കണ്ണിഹാംസ് കൺഫ്യൂഷനിലേക്ക് കടക്കാം. എന്താണ് കണ്ണിഹാംസ് കൺഫ്യൂഷൻ? കണ്ണിഹാമിന്റെ ആശയക്കുഴപ്പം എന്താണെന്ന് നോക്കാം. When Cunningham, the first Director General of Archaeological Survey of India, began archaeological excavations in the mid-19th century. 19ാം നൂറ്റാണ്ട് മധ്യത്തോടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള കണ്ണിഹാം എന്ത് ചെയ്തു? എക്സ്കവേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ആർക്കിയോളജിസ്റ്റ് പ്രിഫേർഡ് ടു യൂസ് റിട്ടേൺ വേർഡ് ആസ് എ ഗൈഡ് ടു ദ ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പൊ ആ കാലഘട്ടത്തിലെ ആർക്കിയോളജിസ്റ്റുകൾ ലിഖിത രേഖകളെയാണ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അതായത് റിട്ടേൺ വേർഡ് എന്ന് വെച്ചാൽ ടെക്സ്റ്റ് വരാം, ഇൻസ്ക്രിപ്ഷൻസ് വരാം, ഇതിനെയൊക്കെയാണ് അവർ എന്ത് ചെയ്തത്? ഒരു ഗൈഡായിട്ട് യൂസ് ചെയ്തത്. ഇൻ ഫാക്ട് കണ്ണിഹാംസ് മെയിൻ ഇൻട്രസ്റ്റ് വാസ് ഇൻ ദ ആർക്കിയോളജി ഓഫ് ഏർലി ഹിസ്റ്റോറിക് ആൻഡ് ലാറ്റർ പീരീഡ്. ഏർലി ഹിസ്റ്റോറിക്കിനെ കുറിച്ചും ലാറ്റർ പീരീഡിനെ കുറിച്ചും എക്സ്കവേഷൻ നടത്താനായിരുന്നു കണ്ണിഹാമിന് കൂടുതൽ താല്പര്യം. He used the account left by the Chinese Buddhist pilgrims who had visited the subcontinent between 4th century to 7th century. അപ്പൊ എന്താണ്? 4 മുതൽ 7 വരെ നൂറ്റാണ്ടുകളിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് വിസിറ്റ് ചെയ്തിട്ടുള്ള ചൈനീസ് ബുദ്ധിസ്റ്റ് പിൽഗ്രിംസ് ഉണ്ട്. അവരുടെ അക്കൗണ്ടുകളാണ് നമ്മുടെ കണ്ണിഹാം എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത്? അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. Cunningham also collected, documented and translated inscriptions found during his service. അദ്ദേഹത്തിന്റെ സർവീസിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ അദ്ദേഹം കളക്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഡോക്യുമെന്റ് ചെയ്യുകയും ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു. When he excavated sites, he tended to recover artifacts that had cultural value. ഇപ്പൊ എക്സ്കവേഷൻസ് നടത്തിയപ്പോൾ ചില ആർട്ടിഫാക്ട്സിന് കൾച്ചറൽ ആയിട്ടുള്ള വാല്യൂ ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. But a site like Harappa was not mentioned by Chinese pilgrims, on whose account
കണ്ണിങ്ഹാം റിലൈഡ്. കണ്ണിങ്ഹാം ആശ്രയിച്ച ചൈനീസ് പിൽഗ്രിംസിന്റെ വിവരണങ്ങളിൽ ഹാരപ്പ പോലെയുള്ള സൈറ്റുകൾ പരാമർശിക്കുന്നതേയില്ല. Thus, though Cunningham recovered some Harappan artifacts, he did not realize their importance. കുറച്ച് ഹാരപ്പൻ ആർട്ടിഫാക്ട് അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു, പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് അദ്ദേഹത്തിന് മനസ്സിലായില്ല. He also failed to realize how old they actually were. അല്ലേ, അവയുടെ യഥാർത്ഥ പഴക്കം തിരിച്ചറിയുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. A Harappan seal was given to Cunningham by an Englishman. ഇംഗ്ലീഷുകാരനായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ കണ്ണിങ്ഹാമിന് ഒരു ഹാരപ്പൻ സീല് നൽകിയിരുന്നു. ബട്ട് ഹി ട്രൈഡ് ടു പ്ലേസ് ഇറ്റ് വിത്തിൻ ദ ടൈം ഫ്രെയിം വിത്ത് ഹി വാസ് ഫെമിലിയർ. എന്നാൽ തനിക്ക് സുപരിചിതമായ ഒരു കാലഘട്ടത്തിന്റെ ചട്ടക്കൂടിൽ അതിനെ പ്രതിഷ്ഠിക്കാനാണ് കണ്ണിങ്ഹാം ശ്രമിച്ചത്. This is because, like many others, he too believed that Indus history began with the first cities in the Ganga Valley. ഇന്ത്യ ചരിത്രം ആരംഭിച്ചത് ഗംഗാതടത്തിലെ ആദ്യ നഗരങ്ങളുടെ ആവിർഭാവത്തോടെയാണെന്ന് മറ്റുള്ളവരെ പോലെ അദ്ദേഹവും തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് ഈ ഒരു പിശക് സംഭവിച്ചത്. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, കണ്ണിങ്ഹാമിന്റെ കൺഫ്യൂഷൻ. നാച്ചുറലി ഹി മിസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹാരപ്പ. സ്വാഭാവികമായിട്ട് ഹാരപ്പയുടെ പ്രാധാന്യം ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി, കണ്ണിങ്ഹാമിന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. അടുത്തായിട്ട് നമുക്ക് സൈറ്റ്, മൗണ്ട്, ലെയർ, സ്ട്രാറ്റിഗ്രാഫി ഇവ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തെന്ന് പറയുന്നത് സൈറ്റ്. എങ്ങനെയാണ് ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ഫോം ചെയ്യുന്നത്? ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആർ ഫോംഡ് ത്രൂ ദ പ്രൊഡക്ഷൻ, യൂസ് ആൻഡ് ഡിസ്കാർഡിംഗ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. കെട്ടിടങ്ങളും വസ്തുക്കളും ഒക്കെ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും അത് ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുമ്പോഴാണ് ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് രൂപം കൊള്ളുന്നത്. അപ്പൊ എന്താണ് സൈറ്റ്? ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആർ ഫോംഡ് ത്രൂ ദ പ്രൊഡക്ഷൻ, യൂസ് ആൻഡ് ഡിസ്കാർഡിംഗ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. അടുത്തായിട്ട് നമുക്ക് മൗണ്ട്സിലേക്ക് കിടക്കാം. മൗണ്ട്സ്. When people continue to live in the same place, their constant use and reuse of the landscape result in the building of occupational debris called mound. ഒരു പ്രദേശത്ത് തന്നെ ജനങ്ങൾ തുടർച്ചയായിട്ട് ജീവിക്കുകയും ഭൂമിയെ അവർ ഉപയോഗിക്കുകയും പുനരുപയോഗിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി അവശിഷ്ടങ്ങളുടെ കൂമ്പാരം രൂപപ്പെടുന്നു. അപ്പൊ എന്താണ് മൗണ്ട്? മൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിരമായിട്ട് അല്ലെ ഒരു പ്രദേശത്ത് തന്നെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? തുടർച്ചയായിട്ട് ജീവിക്കണം. അതോടൊപ്പം തന്നെ അവിടെയുള്ള ഭൂമി അവർ ഉപയോഗിക്കുകയും പുനരുപയോഗിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കുറെ വേസ്റ്റ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ആ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? ഒരു കൂമ്പാരമായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്താണ് ലെയേഴ്സ്. ലെയേഴ്സ്, പാളികൾ. Occupations are dictated by the traces of ancient materials found in layers, which differ from one another in color, texture, and artifacts that are found. എന്താണ്? നമ്മള് ഒരു മൺമേട് നമ്മൾ എക്സ്കവേഷൻസ് നടത്തുമ്പോൾ, ഒരു മൗണ്ട് എക്സ്കവേഷൻസ് നടത്തുന്ന സമയത്ത് നമുക്ക് പല പല ലെയറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഓരോ ലെയറിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന റോ മെറ്റീരിയൽസ് അതിന്റെ സ്ട്രക്ചറിലും അതിന്റെ കളറിലും ഒക്കെ ഒരുപാട് വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അബാൻഡ്മെന്റ് ഓർ ഡിസർഷൻസ് കാള് സ്റ്റെറൈൽ ലെയേഴ്സ്. സ്റ്റെറൈൽ ലെയേഴ്സും നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റെറൈൽ ലെയേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ ദ ആബ്സെൻസ് ഓഫ് സച്ച് ട്രേസസ്. അതായത് ഈ റോ മെറ്റീരിയൽസ് കളറിലും അതുപോലെ സ്ട്രക്ചറിലും ഒക്കെ വേരിയേഷൻസ് ഉള്ള റോ മെറ്റീരിയൽസ് ഒന്നും തന്നെ നമുക്ക് സ്റ്റെറൈൽ ലെയേഴ്സിൽ നിന്ന് കാണാൻ സാധിക്കുകയില്ല. അടുത്തായിട്ട് നമുക്ക് സ്ട്രാറ്റിഗ്രാഫിയിലേക്ക് കടക്കാം. സ്ട്രാറ്റിഗ്രാഫി നമ്മൾ ഒരു മൗണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു മൗണ്ട് എടുക്കുന്നത് ഇങ്ങനെ പല പല ലെയേഴ്സ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മൗണ്ട് എടുക്കുമ്പോൾ പല പല ലെയറുകളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഓരോ ലെയർ എടുത്താലും ഈ ലെയറുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്ന് പറയുന്നത് സ്ട്രാറ്റിഗ്രാഫി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ദ ലെയേഴ്സ് ഈസ് കോൾഡ് സ്ട്രാറ്റിഗ്രാഫി. എന്താണ്? സ്റ്റഡി. The study of layers is called stratigraphy. The study of layers എന്ന് പറയുന്ന പേരെന്താണ്? സ്ട്രാറ്റിഗ്രാഫി. ജനറലി ദ ലോവസ്റ്റ് ലെയർ, ഏറ്റവും താഴെ കാണുന്ന ലെയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾഡസ്റ്റ് ആയിരിക്കും അല്ലെ? ഇതാണ് ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുന്നത്.
ലോവസ്റ്റ് ആയിട്ടുള്ളത് എങ്ങനെയുള്ളതായിരിക്കും? ഓൾഡസ്റ്റ് ആയിട്ടുള്ളത് ആയിരിക്കും. അപ്പൊ ഏറ്റവും താഴെയുള്ളത്, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത് എങ്ങനെയുള്ളതാണ്? ഓൾഡസ്റ്റ് ആയിട്ടുള്ളതാണ്. ദ ഹയസ്റ്റ് ആർ ദ മോസ്റ്റ് റീസെന്റ്. ഏറ്റവും മുകളിലുള്ളത് അല്ലെ ഹയസ്റ്റ്. ഹയസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് സ്ട്രാറ്റിഗ്രാഫി മനസ്സിലാക്കുന്നത്. അപ്പൊ സ്ട്രാറ്റിഗ്രാഫി എന്ന് വെച്ചാൽ എന്താണ്? ദ സ്റ്റഡി ഓഫ് ദ ലെയർ ഈസ് കാൾഡ് സ്ട്രാറ്റിഗ്രാഫി. ലെയറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സ്ട്രാറ്റിഗ്രാഫി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ജനറലി ദ ലോവസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾഡസ്റ്റ് ആയിരിക്കും. ഹയസ്റ്റ് ആയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? മോസ്റ്റ് റീസെന്റും ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് എൻയൂവേൾഡ് സിവിലൈസേഷനിലേക്ക് കടക്കാം. ഒരു പുതിയ പ്രാചീന സംസ്കാരത്തിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത്. എൻയൂവേൾഡ് സിവിലൈസേഷൻ ഇൻ 1921 to 22 1921-22 കാലഘട്ടത്തിൽ ആർക്കിയോളജിസ്റ്റ് ദയാറാ സാഹ്നി ആൻഡ് ആർ.ഡി. ബാനർജി കണ്ടക്ടഡ് എക്സ്കർഷൻസ് അറ്റ് ഹാരപ്പ ആൻഡ് മോഹൻജോദാരോ. ഹാരപ്പയിലും മോഹൻജോദാരോയിലും എന്ത് ചെയ്തു? എക്സ്കവേഷൻസ് നടത്തി. അത് ആരുടെ ഇൻസ്റ്റൻസ് പ്രകാരമായിരുന്നു? അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ജോൺ മാർഷൽ, ദ ഡയറക്ടർ ജനറൽ ഓഫ് ASI. ASI എന്ന് പറയുന്നത് എന്താണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള ജോൺ മാർഷലിന്റെ നിർദ്ദേശപ്രകാരമാണ് ആർ.ഡി. ബാനർജിയും ദയാറാ സാഹ്നിയും ഹാരപ്പയിലും മോഹൻജോദാരോയിലും എന്ത് നടത്തിയത്? എക്സ്കവേഷൻസ് നടത്തിയത്. സാഹ്നി ഡിസ്കവേർഡ് സം സീൽസ് ഇൻ ഹാരപ്പ. സാഹ്നി എന്ത് ചെയ്തു? ഹാരപ്പയിൽ നിന്ന് കുറച്ച് സീൽസ് ഒക്കെ കണ്ടെത്തി. അതുപോലെ തന്നെ ആർ.ഡി. ബാനർജി ആൾസോ ഫൗണ്ട് സിമിലർ സീൽസ് അറ്റ് മോഹൻജോദാരോ. ഇതുപോലെ തന്നെ മോഹൻജോദാരോയിൽ നിന്ന് ആർ.ഡി. ബാനർജിക്ക് എന്ത് കിട്ടി? സീൽസ് ലഭ്യമായിട്ടുണ്ട്. ഇറ്റ് ലെഡ് ടു ദ അസംഷൻസ് ദാറ്റ് ദീസ് സൈറ്റ്സ് ഏതെല്ലാം? ഹാരപ്പ ആൻഡ് മോഹൻജോദാരോ. ഈ സൈറ്റ്സ് എന്ന് പറയുന്നത് ദ പാർട്ട് ഓഫ് എ സിംഗിൾ ആർക്കിയോളജിക്കൽ കൾച്ചർ, ഒരു ഏക സംസ്കാരത്തിന്റെ ഭാഗങ്ങളാണ് ഈ രണ്ട് സൈറ്റുകൾ എന്ന ധാരണ ഇതോടെ രൂപം കൊള്ളാൻ തുടങ്ങി. ബേസ്ഡ് ഓൺ ദീസ് ഫൈൻഡിങ്സ്, ഈ ഫൈൻഡിങ്സിലേക്ക് അടിസ്ഥാനത്തിൽ, അതായത് ദയാറാ സാഹ്നിയുടെയും ആർ.ഡി. ബാനർജിയുടെയൊക്കെ ഫൈൻഡിങ്സിനകത്ത് ഇൻ 1924 മാർഷൽ അനൗൺസ്ഡ് ദ ഡിസ്കവറി ഓഫ് എ ന്യൂ സിവിലൈസേഷൻ ഇൻ ദ ഇൻഡസ് വാലി ടു ദ വേൾഡ്. ഫാക്ടുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ അല്ലെ, ബേസ്ഡ് ഓൺ ദീസ് ഫാക്ട്സ് 1924 മാർഷൽ എന്താണ് പ്രഖ്യാപിച്ചത്? അതായത് ഇൻഡസ് വാലിയിൽ ഒരു പുതിയ സിവിലൈസേഷൻ കണ്ടെത്തിയതായിട്ട് ലോകത്തോട് അദ്ദേഹം പ്രഖ്യാപിച്ചു. As S.N. Roy noted in the story of Indian archaeology, Marshall's announcement എന്താണ്? The discovery of a new civilization in the Indus Valley to the world. Like pushed back the history of India into the 3000 years back. 3000 വർഷങ്ങൾക്ക് എന്താണ് പുറകോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്ത്യ ചരിത്രത്തെ 3000 വർഷം പുറകോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. Moreover, it paved the Harappa civilization was contemporary to the Mesopotamian civilization. അതായത് ഹാരപ്പൻ സിവിലൈസേഷൻ നമ്മുടെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനും ഒക്കെ ഒരേ കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, സമകാലികമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ജോൺ മാർഷലിനെ കുറിച്ച് നോക്കാം. ജോൺ മാർഷൽ ടേംഡ് ആസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് ASI. ASI എന്ന് വെച്ചാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. മാർക്ക്ഡ് എ മേജർ ചേഞ്ച് ഇൻ ഇന്ത്യൻ ആർക്കിയോളജി. ഇന്ത്യൻ ആർക്കിയോളജിയിൽ എന്താണ് മേജർ ചേഞ്ചസ്, അതായത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആർക്ക് സാധിച്ചു? ജോൺ മാർഷലിന് സാധിച്ചു. ഹി വാസ് ദ ഫസ്റ്റ് പ്രൊഫഷണൽ ആർക്കിയോളജിസ്റ്റ് ടു വർക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രവർത്തിച്ച ആദ്യത്തെ പ്രൊഫഷണലായ ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. He brought his experience of working in Greece and Crete to the field. അതായത് ഗ്രീസിലും ക്രീറ്റിലും ഒക്കെ അദ്ദേഹം എക്സ്കർഷൻ നടത്തിയതിന്റെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യൻ ഫീൽഡിലും പ്രയോഗിച്ചു. However, Marshall's methodology had certain shortcomings. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മെത്തഡോളജി ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള ജോൺ മാർഷലിന് ഒരുപാട് ഷോർട്ട് കമ്മിങ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ആ ഒരു ഷോർട്ട് കമ്മിങ്സ് എന്തെല്ലാമാണെന്നാണ് അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ജോൺ മാർഷൽ എക്സ്കവേഷൻസ് അലോങ് റെഗുലർ ഹൊറിസോണ്ടൽ യൂണിറ്റ്. അദ്ദേഹത്തിന്റെ എക്സ്കവേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അതൊരു ഹൊറിസോണ്ടൽ യൂണിറ്റിലായിരുന്നു. തിരശ്ചീനമായിട്ടുള്ള ഒരു ഉത്ഖനന രീതിയാണ് മാർഷൽ എന്ത് ചെയ്തത്? അഡോപ്റ്റ് ചെയ്തത്. മെഷറിംഗ് യൂണിഫോംലി ത്രൂഔട്ട് ദ മൗണ്ട്, ഇഗ്നോറിംഗ് ദ സ്ട്രാറ്റിഗ്രാഫി ഓഫ് ദ സൈറ്റ്. അതായത് സ്ട്രാറ്റിഗ്രാഫി ആയിട്ടുള്ള ലംബമായിട്ടുള്ള
ഉത്ഖനന രീതി അദ്ദേഹം എന്ത് ചെയ്തു, അവഗണിക്കുകയാണ് ചെയ്തത്. ദിസ് വാസ് എ ബിഗ് ഡ്രോബാക്ക് ഇൻ ഹിസ് മെത്തേഡ് ഓഫ് എക്സ്കവേഷൻ. ഇതെന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അല്ലെ, അദ്ദേഹത്തിന്റെ ഉത്ഖനന രീതിയുടെ ഏറ്റവും വലിയൊരു പോരായ്മയായിരുന്നു ഇതെന്ന് പറയുന്നത്. ഇറ്റ് മീൻ ദാറ്റ് ഓൾ ദ ആർട്ടിഫാക്ട്സ് റിക്കവേർഡ് ഫ്രം ദ സെയിം യൂണിറ്റ് were grouped together even if they were recovered at a different stratigraphy layers. ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ട്രാറ്റിഗ്രാഫി ലേയേഴ്സിൽ നിന്ന് കിട്ടിയ വസ്തുക്കൾ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പിനകത്താണ് അദ്ദേഹം എന്ത് ചെയ്ത് ഉൾപ്പെടുത്തിയത്. ആസ് എ റിസൾട്ട് വാല്യുബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഫൈൻഡിങ്സ് ലോസ്റ്റ് ടുഗദർ. അല്ലെ, വാല്യുബിൾ ആയിട്ടുള്ള പല ഇൻഫർമേഷൻ നമുക്ക് ഇതിലൂടെ നഷ്ടമാവുകയും ചെയ്തു. ഓരോ ലെയറും ഓരോ കൾച്ചേഴ്സിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഡിഫറെന്റ് ലെയേഴ്സ് ആണെങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്തു, ആ ഡിഫറെന്റ് ലേയേഴ്സിൽ കാണുന്നത് ലംബമായിട്ട് ഹൊറിസോണ്ടലായിട്ട് അദ്ദേഹം എക്സ്കവേഷൻ നടത്തിക്കൊണ്ടാണ് പല ലെയറിലുള്ള വസ്തുക്കളെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അപ്പൊ ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ലെയേഴ്സിലുള്ള വസ്തുക്കളെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു, ഒരൊറ്റ ഗ്രൂപ്പിനകത്താണ് അദ്ദേഹം ഉൾപ്പെടുത്തി. ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത്. ന്യൂ ടെക്നിക്സ് ആൻഡ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഈ ഒരു ടോപ്പിക് എടുക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് MS വീലർ, മോർട്ടിമർ വീലറിനെ കുറിച്ച്. He was the Director General of Archaeological Survey of India in 1944. 1944 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു മോർട്ടിമർ വീലർ. He was an ex-army brigadier. ഒരു മുൻ സൈനിക ബ്രിഗേഡിയൻ കൂടിയായിരുന്നു അദ്ദേഹം. He recognized the importance of stratigraphical method. ഏത് മെത്തേഡാ? സ്ട്രാറ്റിഗ്രാഫിക്കൽ മെത്തേഡ് ഇൻ എക്സ്കവേഷൻസ്. അതായത് എക്സ്കവേഷനകത്ത് സ്ട്രാറ്റിഗ്രാഫിക്കൽ മെത്തേഡിന്റെ ഇമ്പോർട്ടൻസ് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ആര്? മോർട്ടിമർ വീലർ. The frontiers of the Harappa civilization have little or no connection with the present day national boundaries. ഹാരപ്പൻ സംസ്കാരത്തിന്റെ അതിരുകൾക്ക് ഇന്നത്തെ ദേശീയ അതിരുകളുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല. With the partition of the subcontinent, the major sites are now in Pakistan territory. അല്ലെ, പാർട്ടീഷനിലൂടെ പ്രധാനപ്പെട്ട സൈറ്റുകളെല്ലാം എവിടെയായിപ്പോയി? പാകിസ്ഥാനിൽ ആയിപ്പോയി. This has induced the Indian archaeologist to try and locate the sites in India. ഇതോടെ ഹാരപ്പൻ സംസ്കാരത്തിന്റെ അതായത് ഇന്ത്യൻ സൈറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്ത്യൻ പുരാവസ്തു ഗവേഷകർ നിർബന്ധിതരായി. An extensive survey in Kutch has revealed a number of Harappan settlements. കച്ചിൽ നടത്തിയ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സർവേയുടെ ഫലമായിട്ട് നിരവധി ഹാരപ്പൻ സെറ്റിൽമെന്റ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. Explorations in Punjab and Haryana have added to the list of Harappan sites. പഞ്ചാബിലും ഹരിയാനയിലും നടത്തിയ എക്സ്പ്ലോറേഷൻസ് ഹാരപ്പൻ സൈറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പ്ലോറേഷൻസ് കാലിബംഗാൻ, ലോഥാൾ, രാഖി ഗർഗി and most recently Dholavira have been discovered, explored and excavated. Fresh explorations continue. പുതിയ എന്താണ് എക്സ്പ്ലോറേഷൻസിന് പര്യവേഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. Since the 1980s, the international interest in Harappan archaeology has been increasing. അതായത് 1980 മുതൽ ഹാരപ്പൻ പുരാവസ്തു ശാസ്ത്രത്തില് എന്താണ് ഇന്റർനാഷണൽ ഇൻട്രസ്റ്റ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്യുകയുണ്ടായി. സ്പെഷ്യലിസ്റ്റ് ഫ്രം മെനി കൺട്രീസ് ഹാവ് ബീൻ ജോയിന്റ്ലി വർക്കിംഗ് അറ്റ് ബോത്ത് ഹാരപ്പ ആൻഡ് മോഹൻജദാരോ. പല രാജ്യങ്ങളിലുള്ള ഗവേഷകരും പണ്ഡിതന്മാരും ഹാരപ്പയിലും മോഹൻജദാരോയിലും ഒത്തൊരുമിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങി.